ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലായിടത്തും മഴയൊക്കെയാണെന്ന് പറയുന്നു. ഒരാഴ്ചത്തേക്ക് കനത്ത മഴ പറഞ്ഞിരിക്കുവാണ്. ഇവിടെ ഞങ്ങൾക്ക് ആലപ്പുഴയിൽ ഇന്നലെ മുതൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മഴയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ മഴയത്ത് ഇച്ചിരി പരിപ്പുവടയും കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഇവിടെ ഇന്നലെ മഴ പെയ്തു, അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു പരിപ്പുവട ഉണ്ടാക്കിയാലോ എന്താ, അങ്ങനെ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കാം പരിപ്പുവട. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തുമരപ്പരിപ്പില്ലേ, തുമരപ്പരിപ്പിൻ്റെ വലുതില്ലേ, പീസ് പരിപ്പ് എന്ന് പറയുന്നത്, അതാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി ഒരു 2 മണിക്കൂർ കുതിർക്കാൻ വെക്കണേ. അതിന് ശേഷം നമുക്കിത് എടുത്ത് പരിപ്പുവടയ്ക്ക് വേണ്ടി റെഡിയാക്കാം. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു പകുതി അരവിനെടുക്കണേ. അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഇത്രയും തുമരപ്പരിപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ്, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാവേ. അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗം അരവ് വെച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവേ. ഇനി നമുക്ക് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 പച്ചമുളക്, ചെറിയ പച്ചമുളകായിരുന്നു എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി, അതിനൊക്കെ കുറച്ച് പെരിഞ്ചീരകം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിന്ന് മിക്സ് ചെയ്തെടുക്കാവേ. എല്ലായിടത്തും പെരിഞ്ജീരകം ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങളൊരു സ്വല്പം പെരിഞ്ജീരകം ചേർക്കുവേ. ഒന്ന് കടിക്കുമ്പോൾ അത് മൂത്ത് വന്നു കഴിഞ്ഞിട്ടൊന്ന് കടിക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പം അതിന് വേണ്ടി ഒരു സ്വല്പം ചേർക്കാറുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു കാര്യം മറന്നു, നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ചേർക്കണമെന്ന്, അതുകൂടി ഇതിനകത്തേക്ക് കുറച്ച് ചേർക്കാം. ഞാൻ എടുത്തു വെച്ച അത്രയും ചേർക്കുന്നില്ല, കുറച്ചേ ചേർത്തു. നമ്മളത് കുഴച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാവേ. വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ വറുത്തെടുക്കുന്നത്. പാത്രം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ കുറച്ച് എണ്ണ ഒഴിക്കുകയാണേ. വെളിച്ചെണ്ണയാണേ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്കിതൊന്ന് റെഡിയാക്കാം. ഇതിങ്ങനെ ചെറിയ ഓരോ ഉണ്ടയായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ അമർത്തണം. ഇനി ഇതിനകത്തോട്ട് ഇടാം. അപ്പം നമുക്കിനി ഇതൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാവേ. ഞാനിതെല്ലാം ഒന്ന് പെറുക്കി ഇടട്ടെ ഇതിനകത്തോട്ട്. പരിപ്പോടെ എല്ലാം ഒരു വശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിടാം. ഞാൻ ഒത്തിരി വലിപ്പത്തിലല്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്, ചെറിയതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് വൈകുന്നേരം കട്ടൻ ചായയും പരിപ്പോടയും കൂടെ കഴിക്കാനായിട്ട് വേണ്ടി മാത്രം. നമ്മുടെ പരിപ്പുവട റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കന്നേരം അത് എടുക്കാം. അടുത്ത ട്രിപ്പ് കൂടെ കോരിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പുവട റെഡിയായിട്ടുണ്ട്. നല്ല മഴക്കാലത്ത് പരിപ്പുവട ഉണ്ടാക്കി നല്ല അടിപൊളി കട്ടൻ ചായയും കൂട്ടി മഴ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണം കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. മതിയല്ലോ.